ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പരമേശ്വരൻ ഡോക്ടറുടെ അരികിലിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ അസുഖത്തെപ്പറ്റി സംസാരിക്കുകയാണ് രണ്ടുപേരും. ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിച്ച് മാറ്റാൻ സാധിക്കാത്ത എന്തോ ഒരു അസുഖം അദ്ദേഹത്തിനുണ്ട്. അതിനെപ്പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും ഇതുവരെയായിട്ടും അത് മക്കളെ അറിയിച്ചിട്ടില്ല. അത് മക്കളെ അറിയിക്കേണ്ട എന്ന് തന്നെയാണ് പരമേശ്വരൻ ഡോക്ടറോട് പറയുന്നത്. അവരുടെ ലൈഫ് അവർ ആസ്വദിക്കട്ടെ, ഞാൻ കാണാനുള്ളതെല്ലാം കണ്ടു തീർത്തവനാണ്. ഒരു ദിവസം ഞാൻ സുഖമായിട്ടടങ്ങ് കണ്ണടയ്ക്കും. വേദനയില്ലാത്തൊരു മരണം, അതിനപ്പുറത്തേക്ക് അമിത പ്രതീക്ഷകളൊന്നും എനിക്കില്ല. സത്യത്തിൽ തൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോഴുള്ള എൻ്റെ ഭയം എന്താണെന്നറിയാമോ? എൻ്റെ സംസാരത്തിനിടയിലുള്ള തൻ്റെ ഈ മൗനം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു തോന്നൽ അല്ലേടോ എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു. യെസ് എന്ന് ഡോക്ടറും. നമുക്ക് അടുത്തിടെ കാണാം. വീട്ടുകാരുടെ ചിന്തയിൽ ഞാൻ കൃത്യമായി ആരോഗ്യം പരിപാലിക്കുന്ന ഒരാളായി തീർന്നോട്ടെ. അവരുടെ ചോദ്യത്തിന് കാര്യമായ ഒരു ഉത്തരം താൻ പറഞ്ഞോളൂ. എല്ലാവരും സ്വന്തം മരണത്തിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഞാൻ ഒരു പക്ഷേ അതിൻ്റെ തീയതി അറിഞ്ഞ് മുന്നോട്ട് പോകുന്നു, അത്രമാത്രം എന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ മുന്നിൽ നിന്ന് പരമേശ്വരൻ പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്നാണ് പ്രിയങ്കയുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും വരുന്നത്. അതിന്റെ ഒരു സന്തോഷത്തിലാണ് പ്രിയങ്ക റെഡിയായി താഴേക്ക് വരുമ്പോൾ പത്മിനി അവിടെ ഉണ്ടായിരുന്നു. പത്മിനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആഹാ മോള് റെഡിയായോ? അച്ഛനും അമ്മയും വരുന്ന സന്തോഷത്തിൽ മോളെ കാണാനുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ ഇവിടേക്ക് വരുന്നത്? അപ്പൊ പിന്നെ സന്തോഷം കാണാതിരിക്കോ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു. അല്ല, വരുൺ എന്തേ ഇതുവരെ എണീറ്റില്ലേ എന്നൊക്കെ, കുളിച്ചില്ലേ എന്നൊക്കെ പത്മിനി ചോദിക്കുന്നുണ്ട്. പ്രിയങ്ക പറയുന്നു, വരുൺ ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. ഞാൻ പിന്നെ വിളിച്ചില്ല. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ ഇതുവരെ അവൻ എഴുന്നേറ്റില്ലേ? വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ ഇങ്ങനെയാണോ അവൻ പെരുമാറേണ്ടത്? കല്യാണം കഴിഞ്ഞ് അവന്റെ ശീലം മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ പൊന്നുമോളെ, ഒന്നും പറയണ്ട. ചില ദിവസം അവൻ എഴുന്നേക്കുന്നത് ഉച്ചയ്ക്ക് ശേഷവും മറ്റോ ആയിരിക്കും. എന്നിട്ട് എന്താ കാരണം എന്ന് അവനോട് ചോദിച്ചാൽ തലേ ദിവസം രാത്രി കണ്ടു നിർത്ത കുറേ സിനിമയുടെ പേര് അവൻ പറയും. മിക്കവാറും വായിക്കൊള്ളാത്ത പേരുകളായിരിക്കും, ഓർത്താലും കിട്ടില്ല അല്ലേ പത്മിനി എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, പുതിയ പിള്ളേരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണ്ടേ അമ്മയെ സംസാരിക്കാൻ? നമ്മുടെയൊക്കെ കയ്യിൽ ഒരു ഫോണുണ്ട്, അതിൽ ആരെങ്കിലും വിളിക്കും, അവർ പറയുന്നത് കേൾക്കും എന്നല്ലാതെ വേറെ എന്തിനൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റുമോ? അതുപോലെയാണോ പിള്ളേര്? ചില ഇച്ചിരിയില്ലാത്ത പിള്ളേര് അതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. മോൾക്കും അറിയായിരിക്കുമല്ലോ ഫോണിനെ പറ്റി എന്നൊക്കെ പ്രിയങ്കയോട് പത്മിനി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ഏയ് ഞാൻ അങ്ങനെ അധികം ഫോണൊന്നും നോക്കാറില്ല അമ്മേ. കൂടുതൽ സമയം അതിൽ ചിലവഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു കാര്യം സത്യമാണ്, നമ്മൾ ഒരുപാട് നേരം അതിൽ നോക്കിയിരുന്നാൽ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കാൻ മറന്നു പോകും. ഈ കുടുംബ ബന്ധങ്ങൾ ഇപ്പോൾ തകരുന്നത് മൊബൈലിൽ നല്ല പങ്കുണ്ട്, അങ്ങനെ തന്നെ പറയാം എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ ഒരു അതിശയത്തോടെയാണ് മുത്തശ്ശിയും പത്മിനിയും അത് കേട്ട് നിൽക്കുന്നത്. അങ്ങനെ പറയുമ്പോളെ പത്മിനി, നമ്മുടെ ബന്ധത്തിലുള്ള ആളുകൾ വന്നിട്ട് ഈ ഫോണിനെ കുറിച്ചുള്ള പരാതി പറയുമ്പോൾ പ്രിയങ്ക മോളെ വിളിച്ച് ഒന്ന് പറയിച്ചു കൊടുക്കണം, കേട്ട് പഠിക്കട്ടെ അവര് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുന്നു. ഈ സമയത്ത് വരുൺ ഉറക്കമെഴുന്നേറ്റ് അവിടേക്ക് വരുന്നുണ്ട്. അമ്മയെ ചായ എന്ന് പറയുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാമോ എന്ന് പത്മിനി വരുണിനോട് ചോദിച്ചു. വരുൺ ഇങ്ങനെ ആലോചിക്കുന്നു. ഇന്ന് ബുധനാഴ്ചയല്ലേ, അതിനെന്താ പ്രത്യേകത എന്ന് വരുൺ പറയുന്നു. ഇന്നിവിടെ ആരെങ്കിലും വരുന്നുണ്ടോടാ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. എന്താ വരുൺ, എൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടി വരുന്ന ദിവസമല്ലേ, നമ്മുടെ ചടങ്ങിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കാൻ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു. ഓ അത്രേ ഉള്ളോ? എല്ലാവരും കൂടി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി മറ്റെന്തോ ആണെന്ന്. ഇതെങ്ങനെയാണ് നിസ്സാര കാര്യമാണെന്ന് പറയുന്നത്? കാര്യം നീ പ്രിയങ്കയെ വിവാഹം കഴിച്ചതോടെ നമ്മുടെ രണ്ട് കുടുംബങ്ങളും ഒന്നായി. ചില ചടങ്ങുകൾ വരുമ്പോൾ അത് കൃത്യമായി അപ്പുറം ഇപ്പുറം പാലിച്ചേ പറ്റൂ. നീ പോയി പെട്ടെന്ന് കുളിച്ച് റെഡിയായിക്കേ പോ എന്ന് മുത്തശ്ശി വരുണിനോട് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എനിക്കൊന്നും വയ്യ, ദേ ആര് വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. എന്താടാ ഇത്, ചെറിയ കാര്യത്തിന് പോലും ഞങ്ങളെ വിഷമിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലാണോ എന്നെ അമ്മ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, ഒരു 10 മിനിറ്റിനുള്ളിൽ കുളിച്ച് വേഷം മാറി പെട്ടെന്ന് ഇവിടേക്ക് വന്നേക്കണം. എഴുന്നേറ്റ് ചെല്ലാനല്ലേ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. വരുൺ വിചാരിക്കുന്നു, കുളിച്ചൊരുങ്ങി വരാൻ ഇവളുടെ കുടുംബക്കാരെ സ്വീകരിക്കാനല്ലേ ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടെത്തട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം ചടങ്ങായിട്ട് തന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുൺ പോകുന്നത്. പ്രിയങ്കയോട് ചോദിക്കുകയാണ് പത്മിനി, എന്താ മോളെ പെട്ടെന്ന് മുഖം വാടിയത്? പ്രിയങ്ക പറയുന്നു, അല്ലമ്മേ, വരുണിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ഞങ്ങൾ പാവങ്ങളല്ലേ എന്ന് ഓർത്തുപോയി. അയ്യേ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മോളെ, അവൻ അങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആളൊന്നുമല്ല. കുളിച്ച് ഒന്ന് ഉറക്കം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും എന്നൊക്കെ പത്മിനി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, മോള് പേടിക്കണ്ട, വരുണിന് നിന്നോട് താല്പര്യക്കുറവില്ല ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല. ഞങ്ങൾ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതുപോലെ വരുണും നിന്നെ സ്നേഹിച്ചു തുടങ്ങിക്കോളും.
ഇത് കേട്ട് വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് രാധിക. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മുത്തശ്ശി റെഡിയായിട്ട് അവിടേക്ക് വരുന്നു. ദേവൻ എവിടെ, പുറപ്പെടാനുള്ള സമയം കഴിഞ്ഞല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ യശോദ പറയുന്നു, ദേവേട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ സമയം ലേറ്റായല്ലോ, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നീ തന്നെ നോക്കിയെടുത്ത് വെച്ചതാണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ യശോദ പറയുന്നുണ്ട്, ഞാനല്ല, രാധിക മോള എല്ലാം എടുത്തു വെച്ചത്. അവളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരില്ല. നല്ലൊരു കാര്യത്തിന് പോകുന്നത് ആ നശിച്ചവരുടെ കൈകൊണ്ട് എന്തിനാ എടുപ്പിച്ചത് എന്നൊക്കെ മുത്തശ്ശി ദേഷ്യത്തോടെ പറയുമ്പോൾ മറ്റു സാധനങ്ങൾ കൊണ്ട് അവിടേക്ക് വരികയായിരുന്നു രാധിക. അത് കേട്ട് സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. അമ്മേ, ഹൽവയും കൂടി വെക്കട്ടെ എന്ന് ചോദിക്കുന്നു. എന്ത് കാര്യം പറഞ്ഞാലും കേൾക്കരുത്. തുടരരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ തുടരണമെന്ന് നിനക്ക് എന്താ ഇത്ര വാശി? അമ്മേ, ഉണ്ടാക്കിയത് അവളല്ലേ, പിന്നെ എടുത്തു വെക്കുന്നോണ്ട് എന്താ എന്ന് യശോദ ചോദിക്കുന്നുണ്ട്. ഞാൻ വെറുതെ കൂട്ടു നിന്നേ ഉള്ളൂ എന്ന് യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, നീ വെറുതെ നിന്നെങ്കിലും നിന്റെ മനസ്സ് ശുദ്ധമാണ്. പക്ഷേ ഈ പണിയെടുത്തു എന്ന് പറയുന്ന ഇവരുടെ മനസ്സുണ്ടല്ലോ, അതിൽ ദുഷ്ടത മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി വേറൊരിടത്ത് കൊടുക്കാൻ എനിക്ക് വിശ്വാസമില്ല. എന്തിനാ മുത്തശ്ശി അങ്ങനെ പറയുന്നത്? പ്രിയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനം മോശമാകാൻ ഞാൻ താല്പര്യം കാണിക്കുമോ? ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, കാണിക്കും. ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവൾക്ക് കിട്ടിയ ഒരു നല്ല ബന്ധം ഇല്ലാണ്ടാക്കാൻ നിന്നെ കൊണ്ടാവുന്നതൊക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ. ഈ സമയത്ത് തന്ത്രി ഇവിടേക്ക് വരുന്നിട്ട് പറയുന്നുണ്ട്, ആഹാ, അപ്പോൾ എല്ലാവരും റെഡിയായോ പോകാനായിട്ട്? രാധികയെ നോക്കുന്നു. അവൾ വരുന്നില്ല എന്ന് മുത്തശ്ശി പറയുന്നു. അതെന്താ എന്ന് തന്ത്രി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. ചടങ്ങ് നടത്താൻ നമ്മുടെ ആവശ്യമല്ലേ ഉള്ളൂ. അതെന്താ അമ്മേ അങ്ങനെ പറയുന്നത്? നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചല്ലേ പോകേണ്ടത്? അതിന് രാധിക മോളെ മാത്രം മാറ്റി നിർത്തുന്നത് എന്തിനാണെന്ന് തിരുമേനി തന്ത്രി ചോദിക്കുന്നുണ്ട്. അച്ഛാ, നിങ്ങൾ പോയിട്ട് വന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിൽ. എനിക്ക് രാധിക പറയുമ്പോൾ തന്ത്രി പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമുണ്ട്. എൻ്റെ ഇളയ മകളെ കെട്ടിച്ചയച്ച് വീട്ടിലൊരു ചടങ്ങ് നടത്തുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മകൾ എൻ്റെ കൂടെ ഉണ്ടാകണം. അത് എൻ്റെ താല്പര്യമാണ്. അതെ, അമ്മ പറയുന്നതിൽ കാര്യമില്ലേ എന്ന് യശോദ ചോദിക്കുന്നു. ഇവളൊരു അനാഥ പെണ്ണല്ലേ, അങ്ങനെ ഒരുത്തി കണിമംഗലത്തിനകത്ത് കയറി നിരങ്ങുന്നത് അവർക്ക് ഇഷ്ടമല്ല എങ്കിലോ എന്നെ മുത്തശ്ശി പറയുമ്പോൾ തിരുമേനി പറയുന്നു, രാധിക മോള് അനാഥയാണെന്ന് അവരോട് അമ്മ കഷ്ടപ്പെട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. അല്ലെങ്കിൽ അവർ പോലും എൻ്റെ മകൾ എന്നല്ലേ വിചാരിക്കൂ. ഇനിയിപ്പോൾ ആര് അംഗീകരിച്ച് തന്നില്ലെങ്കിലും ഇവൾ എൻ്റെ മകളാണ്, എൻ്റെ മൂത്ത മകൾ. ഈ ചടങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഇവൾ എൻ്റെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ചടങ്ങില്ല എന്ന് തന്ത്രി. എന്താ ഈ പറയുന്നത് എന്ന് യശോദ ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നു, ഇത് എൻ്റെ തീരുമാനമാണ്, അത് മറികടക്കാൻ ആരും നോക്കണ്ട. അച്ഛാ, എനിക്കിവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് പണിയൊക്കെയുണ്ട്. പിന്നെ അമ്പലത്തിനവിടേക്ക് പോവുകയും വേണം. നിങ്ങൾ പോയിട്ട് വാ എന്ന് രാധിക പറയുന്നു. ഇത് ആരെ പേടിച്ചാ നീ ഇതൊക്കെ പറയുന്നത്? ആരെ പേടിച്ചാലും നീ എൻ്റെ കൂടെ വരുന്നു യശോദേ, പെട്ടെന്ന് റെഡിയാവ് എന്നൊക്കെ തന്ത്രി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വരുണിന്റെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. പ്രിയങ്കയാണെങ്കിൽ സന്തോഷത്തിലാണ്. വരുണാണെങ്കിൽ ഈ സന്തോഷമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഇത്തരം ചടങ്ങുകൾ ഒഴിവാക്കേണ്ട സമയമായി. എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു. എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ വന്നിരിക്കുന്നുണ്ട്. ഒരു ഓട്ടോയിലാണ് അവർ വന്നിരിക്കുന്നത്. ഈ സമയം വരുണിന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. പ്രിയങ്ക ഉമ്മറത്തേക്ക് പോയി നോക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ ആയിട്ട് അവരെല്ലാവരും ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നു. രാധികയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രിയങ്ക. മോളെ, ഇത് അകത്തേക്ക് വെക്കാൻ സഹായിക്കുക എന്നൊക്കെ തന്ത്രി പറയുകയാണ് അവരോട്. അങ്ങനെ ബിജുവും പ്രിയങ്കയും കൂടി അകത്തേക്ക് വെക്കുകയാണ് സാധനങ്ങളൊക്കെ. ചേച്ചി ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നത്? മുത്തശ്ശിക്ക് ബോധമില്ലാതായോ എന്നൊക്കെ പ്രിയങ്ക മുത്തശ്ശിയോട് ചോദിക്കുന്നു. അച്ഛൻ സമ്മതിക്കണ്ടേ എന്ന് മുത്തശ്ശി. എന്തായാലും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത്, വരൂ എന്നൊക്കെ പത്മിനിയും പറയുന്നുണ്ട്. അവന്റെ കണ്ണിൽ നീ പെടാൻ പാടില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് രാധികയോട്. എന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് എന്ന കാര്യം മറക്കണ്ട എന്ന് പ്രിയങ്കയും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും അകത്തേക്ക് വരുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രിയങ്ക രാധികയെ നോക്കുന്നുണ്ട് ടെൻഷനോടെ. എല്ലാവരും സംസാരിക്കുന്നുണ്ട്. വരുൺ എവിടെയെന്ന് തന്ത്രി ചോദിച്ചപ്പോൾ അവനിപ്പോൾ മുറിയിലേക്ക് പോയതേ ഉള്ളൂ എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട്. ഇപ്പോൾ വരുമെന്നും പറയുന്നു. പുറത്തേക്ക് വരുമെന്ന് കണ്ടറിയണമെന്ന് കൽപ്പന പറയുന്നുണ്ട്. അല്ല, അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാൽ ഒറ്റ ഇരിപ്പ് അവൻ ഇരുന്ന് കളയും. ഇരിക്കേട്ടെ മുത്തശ്ശി പറയുന്നു. കേട്ടോ തിരുമേനി, ആസ്ഥാനത്ത് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങളുടെ കൽപ്പനയെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാൾക്കാർ. മോളെ പ്രിയങ്കെ, അതൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്ക് എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെന്നും പറയുന്നുണ്ട് രാധികയുടെ. ഇതൊക്കെ ഇനി അയൽവക്കത്ത് വിതരണം ചെയ്യണം, അതിന്റെ പാത്രം തിരികെ വാങ്ങണം, അല്ലാതെ ഇവിടെ ആരാ ഇത് കഴിക്കാൻ എന്നൊക്കെ ഉർവശിയും പറയുന്നുണ്ട്. ബിജുവിനോട് വരുണിനെ ഇങ്ങോട്ട് വിളിക്കാനായി പറയുകയാണ് പത്മിനി. ഈ സമയം വരുണിനെ വിളിക്കാനായി ബിജു പോകുന്നു. അതേ സമയത്ത് തന്നെ രാധിക അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. അവിടെ തിരക്കുന്നുണ്ടെന്ന് പറയുന്നു. പോയില്ലേ അവര് എന്നൊക്കെ പറയുകയാണ് വരുൺ. രാധിക ഇങ്ങോട്ട് ഇറങ്ങി അതേ സ്ഥലത്ത് തന്നെയായിരുന്നു വരുൺ നിൽക്കുന്നത്. വരുണിനെ കണ്ട് അവിടെ ഒളിച്ചിരിക്കുകയാണ് രാധിക. ഈ സമയം അവർക്ക് കഴിക്കാൻ പലഹാരങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് വരുണിന്റെ വീട്ടുകാർ. ബിജു വരുണിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നു. വരുൺ അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്.
എന്ത് പരിപാടിയാണ് വരുൺ കാണിക്കുന്നത്? അച്ഛനും അമ്മയും വന്നത് കണ്ടില്ലേ എന്ന് പ്രിയങ്ക വരുണിനോട് ചോദിക്കുന്നു. ഐ എം സോറി, ഒരു ഫ്രണ്ടിന്റെ കോൾ വന്നു എന്ന് വരുൺ പറയുന്നു. കൃത്യസമയത്ത് വിളിക്കാൻ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് അല്ലേ വരുൺ എന്നൊക്കെ കൽപ്പനയും ചോദിക്കുന്നു. വരുൺ കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞ പലഹാരം പ്രിയങ്ക വരുണിന് കൊടുത്തു. ഈ സമയം പ്രിയങ്ക ഇങ്ങനെ മുറ്റത്തൊക്കെ നടക്കുകയാണ്. കേട്ടോ തിരുമേനി, നിങ്ങളുടെ ഈ സ്പെഷ്യൽ ഹൽവയുണ്ടല്ലോ, ഇതിന് ഒരു വല്ലാത്ത ടേസ്റ്റാണ്. ഇത് ആരുടെ കൈപുണ്യമാണ് എന്നൊക്കെ പരമേശ്വരൻ ചോദിക്കുന്നുണ്ട്. യശോദയാണോ അമ്മയുടെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയം വരുണിന് പിന്നെയും ഫോൺ കോൾ വരുന്നു. ഫോണുമായി വരുൺ അപ്പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത് എന്ന് തന്ത്രി ചോദിക്കുമ്പോൾ പരമേശ്വരൻ ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നുണ്ട്, ഇതൊക്കെ രാധികയാണ് ഉണ്ടാക്കിയതെന്ന്. എവിടെയാ കുട്ടി, ഒന്നിങ്ങോട്ട് വിളിക്കൂ എന്നൊക്കെ പരമേശ്വരൻ പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പത്മിനി പറയുന്നു. അത് എവിടെ പോയാലും അവൾക്ക് ഈ വീടിന് ചുറ്റും കറങ്ങുന്ന ഒരു ഏർപ്പാടുണ്ട്, അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് മുത്തശ്ശി പറയുന്നു. പ്രിയങ്കയോട് പറയുന്നുണ്ട്, രാധിക എവിടെയും നോക്കാൻ, ഞാൻ വിളിക്കാം, വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബിജു പോകുന്നു. ടെൻഷനോട് നിൽക്കുകയാണ് പ്രിയങ്ക. ബിജു രാധികയെ വിളിക്കുന്നു. അങ്ങനെ രാധികയും കൂട്ടി ബിജു അകത്തേക്ക് പോകുന്നു. എന്നാൽ ആ സമയം വരുൺ അവിടെ ഇല്ലായിരുന്നു. ഫോൺ കോൾ വന്നതുകൊണ്ട് വരുൺ പുറത്തേക്ക് പോയതായിരുന്നു. വീടൊക്കെ ശരിക്കും കണ്ടോ കുട്ടി? പലഹാരങ്ങൾ ഉണ്ടാക്കിയത് താനാണെന്നറിഞ്ഞു, എന്നാൽ പിന്നെ ഒന്ന് അഭിനന്ദിക്കാമെന്ന് കരുതി എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരൻ പറയുന്നു. അസലായിട്ടുണ്ട് എന്നും പറയുന്നു. വരാനിരിക്കുന്ന പുതുമുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.